ദൈവവചനം പറയുന്ന ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്നാണ്. ഈ ആത്മാവിനെയും ദേഹിയെയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ വചനം പഠിച്ചത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ മടിയനാണെങ്കിൽ നിങ്ങൾ അനേക വർഷങ്ങളായി ജീവിക്കുന്ന പോലെ ആ താഴ്ന്ന നിലവാരത്തിൽ നിങ്ങൾ തുടരും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ജീവിക്കുന്നതിനേക്കാൾ ഉയർന്ന ഒരു ജീവിത നിലവാരമുണ്ട്. ഫിലിപ്പ് ലേഖനം 4:6 പറയുന്ന പോലെ ഉയർന്ന നിലവാരമുള്ള ഒരു ജീവിതം ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ ജീവിക്കാൻ കഴിയും. ഒന്നിനെക്കുറിച്ചും. ഒത്തിരി പേര് ചിന്തിക്കുന്നു അത് അസാധ്യമാണെന്ന്. ശരി, കാരണം ആത്മാവിനെയും ദേഹിയും വേർതിരിക്കാൻ അവർക്ക് താല്പര്യമില്ല. ആ കൂടാരത്തിനുള്ളിലേക്ക് പോയി ഇവിടെ കൂടുതൽ കാര്യമുണ്ടെന്ന് കണ്ടെത്താൻ അവർക്ക് താല്പര്യമില്ല. അവരത് പുറത്തു നിന്നാണ് കാണുന്നത്. ഉപരിവിപ്ലവമായിട്ട് ജീവിക്കുന്നവരാണ് മിക്ക ക്രിസ്ത്യാനികളും. അതുപോലെ മറ്റൊരു കാര്യം, അത് നമ്മെ തന്നെ നാം കുറ്റപ്പെടുത്തുന്നതിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകും. അതുപോലെ മറ്റുള്ളവരെ വിധിക്കുന്നതിൽ നിന്ന്. വിചാരങ്ങൾ, അത് നാം കാണുന്നത് ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിലാണ്. എപ്പോഴും സന്തോഷിപ്പീൻ. വിചാരപ്പെടുന്നെന്ന് ഉള്ള സ്വാതന്ത്ര്യം, നിരാശപ്പെടുന്നുള്ള സ്വാതന്ത്ര്യം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എപ്പോഴും സന്തോഷിപ്പീൻ. ഇങ്ങനെയുള്ള കൽപ്പനകൾ ഒരു വിശ്വാസിയായി അനേകം വർഷം കഴിഞ്ഞിട്ടും എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ സത്യസന്ധമായിട്ടും ദൈവത്തോട് പറഞ്ഞു, എനിക്കറിയാം ഫിലിപ്പ് ലേഖനം 4:4 അങ്ങനെ പറയുന്നുണ്ടെന്ന്, കർത്താവിൽ എല്ലായ്പ്പോഴും സന്തോഷിക്കണമെന്നുള്ള കാര്യം. എന്നാൽ യാഥാർത്ഥ്യമായും അതെൻ്റെ ജീവിതത്തിൽ സത്യസന്ധമായിട്ടില്ല. നിങ്ങൾ തുടങ്ങേണ്ടത് സത്യസന്ധതയിലാണ്. അനേക വർഷങ്ങൾ ഞാനിത് ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവ് ഇതെന്നെ സത്യമല്ല. എനിക്കെപ്പോഴും കർത്താവിൽ സന്തോഷിക്കണമെന്നുണ്ട്, എന്നാൽ അത് നടക്കുന്നില്ല. കുറച്ച് വർഷത്തിന് ശേഷവും മതി, കർത്താവ് ഞാൻ അവിടെ തന്നെയാണല്ലോ. ഞാൻ ചിലപ്പോഴൊക്കെ സന്തോഷിക്കുന്ന ഒരാളാണ്, ഈ ലോകത്തിലുള്ള മാനസാന്തരപ്പെടാത്ത മറ്റാളുകളെ പോലെ തന്നെ. എന്നാൽ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന ഒരാളായിരുന്നില്ല. എപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ 24 മണിക്കൂറും ആഴ്ചയിലെ 7 ദിവസവും. അതിനർത്ഥം ഒന്നിനും എൻ്റെ ജീവിതത്തിലെ സന്തോഷം എടുക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ അവിടെ എത്തിയിട്ടില്ല. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുക, ഞാൻ അവിടെ എത്തിയിട്ടില്ല. എന്നാൽ ഈ ദേഹവും ദേഹിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ എൻ്റെ ആത്മാവിലാണ് ജീവിക്കേണ്ടത്, എൻ്റെ ദേഹിയിലല്ല. പഴയ നിയമത്തിലെ സമാഗമന കൂടാരം നിങ്ങൾ മനസ്സിലാക്കിയാൽ ദൈവം ആ വിശുദ്ധ സ്ഥലത്തല്ല വസിക്കുന്നത്. അവൻ വസിക്കുന്നത് ആ പ്രാകാരത്തിലല്ല, അവൻ്റെ സാന്നിധ്യം ആ അതിവിശുദ്ധ സ്ഥലത്താണ്. അവിടേക്ക് പോകാൻ ഒരു മനുഷ്യനും അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിൽ ജീവിച്ചവർക്ക് ആത്മാവും ദേഹിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ യേശു വന്നു, പരിശുദ്ധാത്മാവ് വന്നു, നാം ഇപ്പോൾ അത് മനസ്സിലാക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് എന്നിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ ആത്മാവും ദേഹിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു മടിയനായ മനുഷ്യനായിരിക്കും നിങ്ങൾ. ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അത് കാണിച്ചു തരും. അതുകൊണ്ട് ഞാനത് കണ്ടെത്താൻ ശ്രമിച്ചതിന് കാരണം ദൈവം വസിക്കുന്നത് ആത്മാവിൽ ആ അതിവിശുദ്ധ സ്ഥലത്താണ്, ദേഹിയിലല്ല. ദൈവം ദേഹിയിൽ വസിക്കുന്നില്ല. അതാണ് ഞാൻ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. അവൻ വസിക്കുന്ന എൻ്റെ ആത്മാവിലാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ദേഹി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. അത് അടിസ്ഥാനപരമായിട്ട് എൻ്റെ മനസ്സ്, എൻ്റെ തിരിച്ചറിവ്. നിങ്ങളുടെ ദേഹിയിൽ നിങ്ങൾ വളരെ ബുദ്ധിയുള്ള ഒരാളായിരിക്കാം, ആത്മാവിൽ ഒന്നുമില്ലാത്തവനും. അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്, വളരെ ബുദ്ധിയുള്ളവരാണ്. എന്നാൽ അവർ പൂർണ്ണമായിട്ടും പാപത്താൽ തോൽപ്പിക്കപ്പെട്ടവരായിരിക്കും. എല്ലാ തരത്തിലുള്ള പാപവും ചെയ്യാം, എന്നാൽ കൂർമ്മ ബുദ്ധിയുള്ളവരായിരിക്കും. സഭയിലേക്ക് വരുന്ന ക്രിസ്ത്യാനികൾ, അവർക്ക് ദൈവവചനം നന്നായിട്ട് അറിയാം, എന്നാൽ പാപത്താൽ തോൽപ്പിക്കപ്പെട്ടവർ. ദേഹിയിൽ വളരെ ശക്തരായവർ, ആത്മാവിൽ ബലഹീനർ. തിരിച്ചായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് വലിയ കൂർമ്മ ബുദ്ധിയില്ല, എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ അറിയില്ല, എല്ലാം എനിക്ക് വിവരിക്കാൻ കഴിയില്ല, എന്നാൽ എൻ്റെ ആത്മാവ് ശക്തമാണ്. അതിനുവേണ്ടി അന്വേഷിക്കുക. നമുക്കെല്ലാവർക്കും ദൈവം ഒരുപോലെ അല്ല ബുദ്ധി തന്നിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധി പല നിലവാരത്തിലാണ്. അവൻ്റെ ശിഷ്യന്മാർ പലരും ബുദ്ധിയുള്ളവരായിരുന്നില്ല. വളരെ രസകരമാണ്, പത്രോസ് ഇങ്ങനെ പറഞ്ഞു. അത് നാം കാണുന്നത് 2 പത്രോസ് 3-ലാണ്. അത് ഞാൻ എൻ്റെ വാക്കി പറയാം. നമ്മുടെ പ്രിയ സഹോദരൻ പൗലോസ് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കുന്നതിന് അപ്പുറത്തുള്ള കാര്യമാണ്. പൗലോസിൻ്റെ താഴ്മയിലേക്ക് നോക്കിയേ. അവൻ ജ്ഞാനിയായിരുന്നില്ല. പത്രോസ് വിദ്യാഭ്യാസമില്ലാത്ത ഒരു മുക്കുവനായിരുന്നു. പൗലോസ് ഒരു വലിയ പണ്ഡിതനും. 2 പേർക്കും സഭയിൽ സ്ഥാനമുണ്ട്. എന്നാൽ ആത്മീയമായിട്ട് ഇവർ 2 പേരും ദൈവത്തിന് പ്രയോജനമുള്ളവരാണ്.
നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് പല സഭകളും പ്രാധാന്യം നൽകുന്നത്, അല്ലെങ്കിൽ അവർ മുൻതൂക്കം നൽകുന്നത് ഒരു ജ്ഞാനിക്കാണ്. അവന് കാര്യങ്ങൾ നന്നായിട്ട് വിവരിക്കാൻ അറിയാം. ശരി, അതൊരു നല്ല ദാനമാണ്, അത് നല്ലത് തന്നെയാണ്. എന്നാൽ അവൻ്റെ ആത്മാവാണ് പ്രധാനപ്പെട്ടത്. നിങ്ങൾക്കൊരു ദൈവവചനം നന്നായിട്ട് മറ്റുള്ളവർ വിവരിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. നിങ്ങൾക്ക് ശുദ്ധമായൊരു മനസാക്ഷി ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ദേഹി എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ മനസ്സാണ്, നമ്മുടെ വികാരങ്ങളാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം. ചിലർ വളരെ വൈകാര്യതയുള്ളവരാണ്, പ്രത്യേകിച്ച് ചില വിഭാഗത്തിൽപ്പെടുന്നവരെ വളരെ വികാരപ്രകടനവും നടത്തുന്നവരാണ്. അവരെപ്പോഴും ഉച്ചത്തിൽ ഹല്ലേലൂയ എന്ന് പറയും. ചിലർ വളരെ ശാന്തരാണ്. നിങ്ങൾ ചിന്തിക്കും അതാണ് ആത്മീയത, ഇതല്ല. എന്നാൽ അങ്ങനല്ല. ഞാൻ ഓർക്കുന്നു, ഒരിക്കലൊരു സഹോദരൻ, അവൻ ഒരു പെന്തക്കോസ്ത് സഭയിൽ ചേർന്നു. അവൻ മുമ്പ് പെന്തക്കോസ്ത് സഭയിലുണ്ടായിരുന്ന ഒരാളല്ല. അവൻ മുൻപ് പോയിരുന്ന സഭയിൽ അവൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പോലെ ആളുകൾ വളരെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും കൈകൾ ഉയർത്തുന്നു. അതുപോലെ അവൻ പറഞ്ഞു, അതേ പെന്തക്കോസ്ത് സഭയിൽ അസന്മാർഗ്ഗമായി ജീവിക്കുന്ന അനേകരെ അതേ ഇടത്ത് തന്നെ അവൻ കണ്ടുവന്നു. കാരണം അതെല്ലാം കെട്ടഴിച്ചുവിട്ട വികാരങ്ങളാണ്. നിയന്ത്രണമില്ലാത്ത വികാരം വ്യഭിചാരത്തിലേക്ക് നടത്താം. അത് ദേഹിയാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കണം, ദൈവം ദേഹിയിലല്ല വസിക്കുന്നത്. അവൻ വിശുദ്ധ സ്ഥലത്തല്ല വസിക്കുന്നത്, അവൻ അതിവിശുദ്ധ സ്ഥലത്താണ് വസിക്കുന്നത്. ഇതുപോലെ ഒരു വ്യക്തിയിലോ ഒരു സഭയിലോ വികാരപ്രകടനം കാണുമ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, ഓ, എനിക്കും അങ്ങനെ ആരാധിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെ ആരാധിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഈ ദേഹിയും ആത്മാവും വിവേചിക്കാൻ അറിയാത്ത ഒരാൾ, ഓ, ഇതുപോലൊരു സഭയിൽ അംഗമായിരിക്കുന്നത് എത്ര നല്ല കാര്യമാണെന്ന് ചിന്തിക്കും. കൈയടിയും കൈ ഉയർത്തലും ഇതുപോലുള്ള പല കാര്യങ്ങൾ. മറ്റൊരു സഭയിൽ ആളുകൾ ശാന്തരായിരിക്കുന്നു. ആത്മാവും ദേഹിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനിതല്ല പറയുന്നത് ശാന്തമായിരിക്കുന്ന എന്തോ കാര്യമാണെന്നല്ല, അതൊരു വികാരമാണ്. ഇവിടെ ഒരു വികാരവും ഇല്ല. ദൈവം ആത്മാവിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സും വികാരവുമാണ് ഒരു മനുഷ്യൻ ബുദ്ധിമാനാണോ ബുദ്ധിയില്ലാത്തവനാണോ വൈകാരികമാണോ അതോ വളരെ ഗൗരവക്കാരനാണോ എന്ന് തീരുമാനിക്കുന്നത്. അതിന് ആത്മീയതയുമായിട്ട് ഒരു ബന്ധവുമില്ല. ആത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണ്? അത് നമ്മുടെ മനസാക്ഷിയാണ്. മനസാക്ഷി നമ്മുടെ ദേഹിയിലല്ല, അത് നമ്മുടെ ആത്മാവിലാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. ഇത് മൃഗങ്ങൾക്കില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾ പറയൂ, മൃഗങ്ങൾക്കൊരു മനസ്സുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്ന നായ്ക്കൊരു മനസ്സില്ലെന്ന്? പാമ്പിന് ബുദ്ധിയില്ലേ? നിശ്ചയമായിട്ടും. നായ്ക്ക് വികാരമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നോ? ഒരു നായുള്ള ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്കിയേ. ഒരു പൂച്ചയ്ക്ക് പോലും വികാരമുണ്ട്. ജീവനില്ലാത്തതിന് മനസ്സോ വികാരമോ ഇല്ല, എന്നാൽ മൃഗങ്ങൾക്കുണ്ട്. എന്നാൽ അവർ ജീവനുള്ള ദേഹിയില്ല. ആദാം ഒരു ജീവനുള്ള ദേഹിയായിരുന്നു. കാരണം ദൈവം അതിന്മേൽ ഊതി അതിനൊരാത്മാവ് ലഭിച്ചു, അതിനൊരു മനസാക്ഷി ലഭിച്ചു. അതാണ് ഒരു മനുഷ്യനെയും ഒരു മൃഗത്തെയും തമ്മിൽ വ്യത്യസ്തനാക്കുന്നത്. നമ്മുടെ മനസ്സോ നമ്മുടെ വികാരങ്ങളോ അല്ല, മനസാക്ഷിയാണ്. അതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതോ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വളരെ ആവേശമുള്ളവനായിരിക്കും. എന്നാൽ നിങ്ങളുടെ മനസാക്ഷിയാണ് നിങ്ങൾ ആത്മീയനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. എന്താണ് നിങ്ങളുടെ മനസാക്ഷി? നിങ്ങളുടെ മനസാക്ഷി എങ്ങനെയാണ്? അത് മൃദുലമാണോ? യേശു പറഞ്ഞു നിങ്ങളുടെ മനസാക്ഷി നിങ്ങളുടെ കണ്ണുപോലെ ആയിരിക്കണം. അത് നമ്മൾ വായിക്കുന്നത് ലൂക്കോസിന് സുവിശേഷം ലൂക്കോസ് 11:33. ആരും വിളക്ക് കത്തിച്ചിട്ട് പറയിൻ കീഴിലോ. 34 വാക്യം, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാവുന്നു. ഇത് മനസാക്ഷിയെ പറ്റിയാണ് പറയുന്നത്. ഞാനതെൻ്റെ വാക്കി പറയാം. നിങ്ങളുടെ ഉള്ളിലുള്ള വിളക്കാണ് നിങ്ങളുടെ മനസാക്ഷി. നിൻ്റെ മനസാക്ഷി ശുദ്ധമാണെങ്കിൽ നിൻ്റെ വ്യക്തിത്വം മുഴുവനും ദൈവത്തിന് വെളിച്ചമുള്ളതായിരിക്കും. എന്നാൽ നിങ്ങളുടെ മനസാക്ഷിയുടെ ഒരു ഭാഗം ഇരുണ്ടതാണെങ്കിൽ നിൻ്റെ ജീവിതം മുഴുവനും അന്ധകാരപൂർണമായിരിക്കും. ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിപ്പാൻ നോക്കുകയും. ഇത് എന്നിലും നിങ്ങളിലുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. നാം അതിനെ വളരെ ശ്രദ്ധയോടുകൂടെ കാക്കണം.